നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 965th day. Today 9th sloka of Pradhama Skandam 12th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. 965 ദിവസം. ശ്രീമദ് മഹാഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷിച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലും തൻ്റെ ഉത്തരയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ഇപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് കുഞ്ഞായിട്ട് ഗർഭസ്ഥ ശിശുവായിട്ടുള്ള പരീക്ഷിത്ത് കാണുന്ന ഭഗവാന്റെ രൂപമാണ് ഈ 3 ശ്ലോകങ്ങളിലായിട്ടും വർണ്ണിക്കുന്നത്. ശ്രീമദ്ദീർഘചതുർബാഹും തപ്തകാഞ്ചനകുണ്ടലം ക്ഷതജാക്ഷം ഗദാപാണിർ ആത്മനഃ സർവതോദിശം പരിഭ്രമന്തമുൽക്കാഭാം ഭ്രാമയന്തം ഗതാമുഹു. ഓം തത്സത്. ശ്രീമദ്ദീർഘചതുർബാഹും തപ്തകാഞ്ചനകുണ്ടലം ക്ഷതജാക്ഷം ഗതാപാണിർ ആത്മനഃ സർവതോദിശം പരിഭ്രമന്തമുൽക്കാഭാം ഭ്രാമയന്തം ഗതാമുഹു. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ശ്രീമദ്ദീർഘചതുർബാഹും തപ്തകാഞ്ചന കുണ്ടലം ക്ഷതജാക്ഷം ഗദാപാണി ആത്മന സർവതദിശം സർവതോദിശം. ആത്മന സർവതദിശം എന്നുള്ളതാണ് സർവതോദിശം. പരിഭ്രമന്തം ഉൽക്കാഭാം ഭ്രാമയന്തം ഗതാം മുഹു. തൻ്റെ ചുറ്റും താൻ കണ്ട ആ പുരുഷനെ ശ്രീ ശുഖബ്രഹ്മർഷി ആ ഉദരത്തിൽ ആ ശിശു കാണുന്ന ഭഗവാനെ വർണ്ണിക്കുകയാണ്. അതായത് അർത്ഥം ശ്രീമദ് ദീർഘചതുർബാഹും അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ശ്രീമത്തുക്കളായിട്ടുള്ളതും ദീർഘങ്ങളായിട്ടുമുള്ള 4 ചതുർബാഹും 4 കൈകളുള്ളവനും തപ്തകാഞ്ചന കുണ്ടലം തപിപ്പിച്ച സ്വർണം പോലെ പ്രകാശിക്കുന്ന കുണ്ടലങ്ങളുള്ളവനും കർണാഭരണങ്ങളുള്ളവനും ക്ഷതജാക്ഷം രക്തം പോലെ ചുവന്ന കണ്ണുകളോട് കൂടിയവനും ഗദാപാണി കയ്യിൽ ഗദയുള്ളവനും ആത്മന തൻ്റെ സർവതോദിശം ചുറ്റും ഉൽക്കാഭാം തീക്കൊള്ളിക്കു സദൃശമായ ഗദാം ഗദയെ മുഹു വീണ്ടും വീണ്ടും ഭ്രാമയന്തം ചുഴറ്റുന്നവനും പരിഭ്രമന്തം ചുറ്റും സഞ്ചരിക്കുന്നവനും ആയ. പിന്നീട് ആദ്യത്തെ ശ്ലോകത്തിലുള്ള കിംജിത് പുരുഷം ഒരു പുരുഷനെ ദദർശ ആദ്യത്തെ ശ്ലോകത്ത് കണ്ടു. അങ്ങനെയുള്ള ഒരു പുരുഷനെ കണ്ടു. അതിമനോഹരമായിട്ടുള്ള ദീർഘങ്ങളായിട്ടുള്ള 4 കൈകളോട് കൂടിയവനും ചുവന്ന കണ്ണോട് കൂടിയവനും ശോഭിക്കുന്ന അത്രയ്ക്കും പരിശുദ്ധമായ സ്വർണം എപ്രകാരം ശോഭിക്കുമോ അപ്രകാരം ശോഭിക്കുന്ന കർണകുണ്ടലങ്ങളോട് കൂടിയവനും കാത് അണികളോട് കൂടിയവനും ദേഷ്യം കൊണ്ട് കണ്ണുകൾ ചുവന്ന ക്ഷതജാക്ഷം ആയിട്ടുള്ള കണ്ണ് ഭഗവാനും തീക്കൊള്ളിക്കു സമമായിട്ടുള്ള തൻ്റെ ഗദയെ ഉൽക്കയെ പോലെ ഉള്ള ആ ഗദ കയ്യിൽ പിടിച്ചിട്ടുമുണ്ട്. ആ ഗദയെ ഉൽക്ക മാതിരി തീമാതിരി ശോഭിക്കുന്ന ആ
ഗദയെ ചുഴറ്റിക്കൊണ്ട് പരിഭ്രമന്തം ചുറ്റും സഞ്ചരിക്കുക. ഗർഭസ്ഥ ശിശുവിനെ ചുറ്റും സഞ്ചരിക്കുകയാണ്. ഈ വിരലിൻ്റെ അത്രമാത്രം വലിപ്പമുള്ള ആ ഭഗവാനെയാണ് ഇവിടെ വർണ്ണിക്കുന്നതെന്ന് ഓർക്കണം. അപ്രകാരമുള്ള ആ വിരലിൻ്റെ എത്ര രൂപമുള്ള ആ രൂപത്തെയാണ് അത് തൻ്റെ ഗദയെ ചുഴറ്റിക്കൊണ്ട് ആ രൂപം, ആ പുരുഷൻ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ചുറ്റും സഞ്ചരിച്ചു അത്രയ്ക്കും ദേഷ്യത്തോടു കൂടി. എന്തിനെന്നാൽ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഈ ശിശുവിനെ രക്ഷിക്കുവാൻ വേണ്ടി. അപ്രകാരം ആ സഞ്ചരിക്കുന്ന പുരുഷനെ ആ ഗർഭസ്ഥ ശിശു കണ്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അത്രയ്ക്കും മഹത്തായ ഒരു ജന്മമാണ് പരീക്ഷിത്ത് എന്ന് കാണിക്കുവാനാണ് പ്രകാരം പറയുന്നത്. ഭഗവാൻ ആ ഗർഭത്തിൽ ഇരുന്നു കൊണ്ട് ആ ശിശുവിനെ രക്ഷിക്കുവാനായിക്കൊണ്ട് ഒരു ചെറിയ വിരലിൻ്റെ അത്ര ചെറിയ രൂപത്തോടു കൂടി അതിമനോഹരമായ ആ ഭഗവാൻ ഗർഭത്തിൽ പ്രവേശിച്ച് ആ ഗർഭത്തെ ശിശുവിനെ രക്ഷിച്ചു. ആ ഉത്തരാദേവിയുടെ പ്രാർത്ഥന, ഉത്തരാദേവി കരഞ്ഞുകൊണ്ട് എൻ്റെ ശിശുവിനെ രക്ഷിക്കൂ, ഞാൻ നശിച്ചു കൊള്ളട്ടെ, ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും, അശ്വത്ഥാമ്മ വായിച്ച ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും എൻ്റെ ശിശുവിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു. അപ്രകാരം ഭഗവാൻ ആ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കുന്നതാണ് നാം കാണുന്നത്, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ ശാക്ത്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഒരിക്കൽ കൂടി. ശ്രീമദ്ദീർഘചതുർബാഹും തപ്തകാഞ്ചനകുണ്ടലം ക്ഷതജാക്ഷം ഗതാപാണീം ആത്മനഃസർവതോദിശം പരിഭ്രമന്തം മുൽക്കാഭാം ഭ്രാമയന്തം ഗതാമുഹു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്. ഗീത എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.